ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ രാത്രിയിൽ ചപ്പാത്തിക്ക് പകരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ 1.5 കപ്പ് പൊടി എടുക്കുമ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ ചിരുവിയ തേങ്ങയും പിന്നെ ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1.5 കപ്പ് പൊടി എടുക്കുന്ന സമയത്ത് 2 കപ്പ് വെള്ളം ആദ്യം ഒരുമിച്ച് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് 2 കപ്പിലും കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ ആദ്യം 2 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് ബാക്കി ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ബാറ്റർ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഇത് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തവി വെച്ച് ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാവും പാകത്തിനാണോ ഇതിൻ്റെ കൺസിസ്റ്റൻസിന്ന്. അപ്പോൾ നമുക്കൊരു തവി വെച്ച് മിക്സാക്കി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ലൂസാക്കിയാൽ നന്നാവുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പിനടുത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മളിതിലേക്ക് തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കനം കുറച്ച് പരത്താനൊന്നും പറ്റൂല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ വട്ടം കൂട്ടിയെടുക്കണമെങ്കിൽ കുറച്ചുകൂടി മാവ് ഒഴിച്ചിട്ട് വട്ടം കൂട്ടിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനത് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ നമ്മൾ ഇഷ്ടം പോലെ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. ഒന്ന് മൊരിയിച്ചിട്ട് ക്രിസ്പി ആക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ക്രിസ്പി ആക്കിയിട്ടില്ല. ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ പാനിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. നമുക്ക് വലിയ സൈസിൽ കുറച്ച് വട്ടത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. മാവൊഴിച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നാൽ അതിന് മുകളിൽ കുറച്ച് നെയ്യോ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ മൊരിയിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ദോശയാണിത്. ഇതിൽ നമ്മൾ തേങ്ങയും പച്ചമുളകൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഈ ഒരു അളവിൽ മാവ് എടുക്കുന്ന സമയത്ത് ഈ ഒരു സൈസിലുള്ള ഒരു 10ഓളം ദോശയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. നമ്മൾ കുറച്ചുകൂടി വട്ടത്തിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7-8 ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.